ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ എൻ്റെ സ്റ്റോറി ഇട്ടപ്പോൾ ഹീറോയിൻ്റെ ഡാഡിക്ക് മമ്മിക്ക് ഷോക്കായിരുന്നു. നിങ്ങളെ ഐഡലാണ്. അതെ ആൻറ്റി, നിങ്ങൾക്കറിയില്ലേ ആൻറ്റി പറഞ്ഞായിരുന്നു. ഞാൻ ഹീറോയിൻ്റെ മമ്മിക്ക് മനസ്സിലായി എൻ്റെ ചേട്ടൻ്റെ കുട്ടികളൊന്ന് ഹീറോയിൻ്റെ മമ്മി പോയിട്ട് ഹഗ് ചെയ്തിരുന്നു. അതെ ഹീറോയിൻ്റെ മമ്മീൻ്റെ ചേട്ടനാണ്. അതെ ഹഗ് ചെയ്തായിരുന്നു. പീറ്റേഴ്സ് മെമ്പർ ഡാഡി പീറ്റേഴ്സ് മെമ്പർ ഡാഡിൻ്റെ ചേട്ടൻ്റെ കുട്ടികളെന്ന് അറിഞ്ഞ് ഹാക്ക് ചെയ്തായിരുന്നു. ശരിയടി ശരി സമ്മത ആൻറ്റി, ശരി ഓക്കെ എന്ന് പറഞ്ഞ് അവർ സംസാരിക്കായിരുന്നു. വലിയ വീടാണ്, ആ വീട്ടിലാണ് എല്ലാവരും താമസിക്കായിരുന്നു. അവർക്ക് റൂമും കൊടുത്തായിരുന്നു. നിങ്ങൾ ലീവ് എടുത്തോന്നല്ല. അങ്ങനെ പിറ്റേ സമ്മർ ഇരുന്ന് സംസാരിക്കായിരുന്നു. ഹീറോയി ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോയിരുന്നു. ഇങ്ങനെ ജോലി ഫ്രണ്ട്സ് കൂടെ ചേച്ചി സ്മൈൽ ചെയ്ത് വരായിരുന്നു. പീറ്റേഴ്സും യഥാർത്ഥ അവർ മീത്തിരുന്ന് ഹീറോയിനെ നോക്കുമായിരുന്നു. ഹീറോയി ഫസ്റ്റ് വന്നായിരുന്നു. നല്ല സ്മൈൽ ചെയ്ത് വരായിരുന്നു. അനിയനെ പിടിച്ച് ജക്കോള് വരെ കൈ വെച്ചിട്ട് ഹീറോ കുറച്ച് റിവിലാവുക. ടീറ്റേഴ്സ് മെമ്പർ ഹീറോ നോക്കി മൊത്തത്തിൽ ഫ്ലാറ്റായി. വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് ജൊല്ല് വിട്ട് സൈറ്റ് അടിക്കായിരുന്നു. ആരാടാ അവളെടുത്തുള്ളത്? ആറാം ശ്രദ്ധിച്ചു നോക്കതുങ്ങ. എടാ അത് ട്വിൻസ് ഡാ. ആറാം പറഞ്ഞു കേട്ട് ബാക്കിയാകുമ്പോൾ സിക്സ്. എന്താ ശ്രദ്ധിച്ച് നോക്കടാ എന്ന് പറഞ്ഞായിരുന്നു. അതെടാ ട്വിൻസാണ്. അങ്ങനെയായിട്ട് പറഞ്ഞവർ സംസാരിക്കായിരുന്നു. അതിൽ ഹീറോയിൻ്റെ ഫ്രണ്ട്സ് എല്ലാം വന്നായിരുന്നു. ബോയിൻ്റെ ഒരു ഫ്രണ്ട് വന്നായിരുന്നു. ഹായ് അർജുൻ പറയാൻ തുടങ്ങി. അർജുൻ എന്ന ബോയുടെ സീനിയറാണ് ഹീറോയിൻ്റെ. അർജുൻ വന്ന് പറയാൻ തുടങ്ങി. സെക്കൻഡ് ഇയറോടെ പിടിക്കുന്നത്. സീനിയർ എന്താ ഇവിടെ? ഇൻഡിവിജ്വൽ ഫങ്ഷനായിരുന്നു. അർജുൻ വന്ന് സംസാരിക്കായിരുന്നു ഹീറോയിൻ വെളിയിൽ പോകാൻ തുടങ്ങി. പീറ്റേഴ്സ് മെമ്പർ ഹീറോയിനെ നോക്കിയായിരുന്നു. വെളിയിൽ ഇറങ്ങി വന്നായിരുന്നു. ഇറങ്ങി വന്ന് ഹീറോയിൻ്റെ അടുത്ത് വരായിരുന്നു. ഹീറോയിൻ വെളിയിൽ പോകുന്നതുകൊണ്ട് ഒരു പുറകിൽ വന്നായിരുന്നു. അതിനായിട്ടും ആറമ്മുക്കും ഒന്നും മനസ്സിലായില്ലായിരുന്നു. എടാ അതെ നമ്മളെ അങ്കിളുടെ അവരെന്ത് സംസാരിക്കാനായിട്ട് പീറ്റേഴ്സ് മെമ്പർക്ക് മനസ്സിലായില്ല. ഹീറോയ്ക്ക് പ്രപ്പോസ് ചെയ്തായിരുന്നു. ഐ ലവ് യു ആൻഡ് ഗൾഫ് മീ ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയായിരുന്നു പ്രപ്പോസ് ചെയ്തത്. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. സീനിയർ അത് എന്ന് പറഞ്ഞിരുന്നായിരുന്നു. ഹീറോയ്ക്ക് പ്രപ്പോസ് ചെയ്തായിരുന്നു. ഹീറോയിൻ്റെ മമ്മി വിളിക്കായിരുന്നു. സീനിയർ അമ്മ ചേച്ചി അമ്മ വിളിക്കാന്ന് പറഞ്ഞ് ഹീറോയിൻ അനിയൻ വിളിച്ചോണ്ട് പോയിരുന്നു. എന്ത് ചെയ്യാന്ന് സീനിയർക്ക് ഒരു മാതിരിയായിരുന്നു. ശരി അവളെ ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പോയി. പീറ്റേഴ്സ് മെമ്പർക്ക് നെരുപ്പിൽ കൊതിച്ച മതി. എന്ത് കുഴപ്പമുണ്ടോ? ഇവിടെ ആരാന്ന് നടക്കുന്നു? മമ്മി വിളിച്ചതെന്നാ? ഇവിടെ അകത്തെന്തുണ്ടാവും? ഹീറോയിൻ അകത്ത് പോയി. പീറ്റേഴ്സ് പറഞ്ഞു ഹീറോയിൻ അടിച്ചു. എവിടെയൊക്കെ പോയി അമ്മ അത് എന്ന് ഹീറോയിൻ പറയായിരുന്നു. പീറ്റേഴ്സ് മെമ്പർ വന്നായിരുന്നു. പീറ്റേഴ്സ് മെമ്പർ നോക്കുമായിരുന്നു. ഹീറോയിൻ്റെ മമ്മിയും പീറ്റേഴ്സ് മെമ്പറും മമ്മിയും സംസാരിക്കായിരുന്നു. ഇതെൻ്റെ മോളാന്ന് പറഞ്ഞായിരുന്നു. ഇതിൻ്റെ കൊറിയയിൽ ട്രാൻസ്ഫർ ആയി പീറ്റേഴ്സ് മെമ്പർക്ക് തിരിച്ചായിരുന്നു. പീറ്റേഴ്സ് മെമ്പർ സംസാരിക്കായിരുന്നു. എന്താടാ തിരിച്ച് സ്മൈൽ ചെയ്ത് പറയുന്നു. എന്തുമാ ഒന്നുമില്ല. പീറ്റേഴ്സ് മെമ്പർക്ക് മനസ്സിലായി. അപ്പോൾ ഇവളാണ് നമ്മളെ ആൻറ്റിൻ്റെ മോൾ. ശരി ഇവൻ പ്രപ്പോസ് ചെയ്ത് അത് നടക്കാൻ പാടില്ല. പീറ്റേഴ്സ് മെമ്പർ പറയുമായിരുന്നു. ഹീറോയിൻ്റെ അടുത്ത് വന്നായിരുന്നു. ഹീറോയിൻ ചിരിച്ചിട്ട് റൂമൊക്കെ പോയായിരുന്നു. പീറ്റേഴ്സ് മെമ്പർ റൂമൊക്കെ വന്നു. ഇപ്പോൾ ഇവള് ശരിയാക്കാം. എല്ലാവരും ഭയങ്കര ബിസി ആയിരുന്നു. പുറത്തേൽ വെളിയിൽ പോയായിരുന്നു. അങ്ങനെയായിട്ട് എല്ലാവരും വെളിയിൽ ഹീറോയിനും ശ്രദ്ധിച്ചില്ലായിരുന്നു. വെളിയിൽ പോയായിരുന്നു. പീറ്റേഴ്സ് മെമ്പർ ഹീറോയിൻ ശ്രദ്ധിച്ചാൽ എല്ലാം ഓണത്തിനെല്ലാം കഴിഞ്ഞായിരുന്നു. ഹീറോയിൻ ശ്രദ്ധിച്ചില്ല. ഫ്രണ്ട്സ് കൂടെ ഞാൻ ചെയ്യാൻ പോകും മുമ്പായിരുന്നു. ഹീറോയിൻ വെളിയിൽ പോയിരുന്നു. നൈറ്റ് രാത്രിയായിരുന്നു. നല്ല ഹീറോയിൻ അതെ ഹീറോയിൻ നല്ല ഇതിനായിട്ട് കുളിച്ചിട്ട് ഫ്രഷായിട്ട് ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ അകത്ത് വന്ന് ഡ്രസ്സ് ഏതിടാന്ന് ഹീറോയിൻ നോക്കുമായിരുന്നു. പീറ്റേഴ്സ് മെമ്പർ ഓരോരാൾ വന്നായിരുന്നു. ജിന്നു വെളിയിൽ വന്നു. അകത്തൊന്ന് ഹീറോയിൻ ലൊക്കണ്ടിന് ഷാക്കായിട്ട് അങ്ങനെ ഹീറോയിൻ അയച്ചത് ഇരുന്നൊക്കെ ജിന്നു കിസ് ചേച്ചിട്ട് ബൈ ബേബി എന്ന് പോയായിരുന്നു. ഹീറോയിൻ കൺഫ്യൂസായി. എനിക്കെന്താ ഡ്രീം കണ്ടാ ജിൻ ഒപ്പം കിസ് ചെയ്ത് മതിയായിരുന്നു. ജിന്നാലുള്ള ഷുഗർ വന്ന് പിടിച്ച് കിസ് ചെയ്ത് പോയി. ആറാം കിസ് പിന്നെ ഹോപ്പ് ജെമി വി ജംഗുക്ക് എല്ലാവരും കിസ് അടിച്ച് പോയി. എനിക്കെന്ത് ലൂസ് പിടിച്ചോ ഹീറോയിൻ എന്ന് പറഞ്ഞു ഹീറോയിൻ. ശരി ഉറങ്ങാന്ന് പറഞ്ഞായിരുന്നു. പീറ്റേഴ്സ് മെമ്പർ ചിരിക്കായിരുന്നു. ഇവൾക്ക് മനസ്സിലായില്ലല്ലേ എന്ന് പറഞ്ഞായിരുന്നു. ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയിക്ക് അറിയില്ലായിരുന്നു. കൺഫ്യൂസ് ആയിരുന്നു. പീറ്റേഴ്സ് മറിഞ്ഞ ഹീറോയിനെ ലാച്ച് ചെയ്തത് ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. പീറ്റേഴ്സ് മെമ്പർ അവർ പോയായിരുന്നു. ഇവൾക്ക് അറിയാൻ പാടില്ല. സർപ്രൈസ് അങ്ങനെ പീറ്റേഴ്സ് മെമ്പർ പോയായിരുന്നു. കുറേ ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്ക് വീട്ടിലെല്ലാം സമ്മതിച്ചായിരുന്നു.
ഇപ്പോൾ മാരേജാണ് ഹീറോയ്ക്ക്. സീനിയർ പ്രപ്പോസ് ചെയ്തതിന് ഹീറോ റിജക്റ്റ് ചെയ്തായിരുന്നു. ഹീറോയ്ക്ക് മാരേജാണ്. ഹീറോയ്ക്ക് ഒന്നും അറിയില്ല ആരെ കൂടെ മാരേജ് ആകാൻ പോകുന്നത്. സീക്രട്ട് മാരേജാണ്. ഹീറോയി റെഡിയായി വന്നതിലായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് മാരേജും നടന്നു. ആരെ കൂടെ മാരേജ് ആണെന്ന് അറിയില്ല. അങ്ങനെ പാലെടുത്തോണ്ട് പോയായിരുന്നു. ആശീർവാദം വേണം എല്ലാവർക്കും ആളുകൾ ആശീർവാദി എടുത്തു. ഇങ്ങനെ പാൽ കൊടുത്തായിരുന്നു. അവർക്കതെല്ലാം അറിയും. അവർക്ക് ലാംഗ്വേജ് ഹീറോയിൻ കൊറിയയിലാണ് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞ് അവർ എല്ലാം നടത്തുമായിരുന്നു. ആശീർവാദം പാലത് ഇതെല്ലാം ചെയ്തു. ഹീറോയിൻ ഒന്നും ഇല്ലായിരുന്നു. ഹീറോയിനെ ഇങ്ങനെ പിടിച്ചായിരുന്നു. ഹീറോയിൻ നോക്കി വെച്ചാൽ ജിന്നായിരുന്നു. ഷോക്ക്. 7 പേരെ നോക്കി ഷോക്കായിരുന്നു. നിങ്ങൾ 7 പേര് എന്താ ഇവിടെ വെച്ചാൽ എനിക്ക് ഡ്രീമാണോ എന്ന് പിടിച്ചായിരുന്നു. ജങ്കൊക്കെ പറഞ്ഞു ഒരു കെട്ടിക്കച്ച് ബ്ലഡ് വരുന്നു. അപ്പോൾ ഇത് റിയൽ ആണോ? അതെ റിയൽ ആണോ? സർപ്രൈസ്. സർപ്രൈസാ നടന്ന കാര്യം വരായിരുന്നു. എന്താ ഫസ്റ്റ് മീറ്റിൽ കിസ് അടിച്ചതിന് കൂർമുണ്ടോ? നിന്നെ മീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് മീറ്റ് നിനക്ക് ഫസ്റ്റ് മീറ്റാണ് ഞങ്ങൾ വന്ന് കിസ് ചെയ്തത്. അങ്ങനെ ഹീറോ ഷോക്കായിരുന്നു. അപ്പോൾ ഇത് റിയൽ ആണോ? അതെടി. എന്തിനാ അവൻ സീനിയർ ബോയ്ക്ക് പ്രപ്പോസ് ചെയ്തത്? ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു. ഹീറോ സ്മൈൽ ചെയ്തായിരുന്നു. അങ്ങനെ എല്ലാം നടന്നായിരുന്നു. രാവിലെ ആയിരുന്നു. പിന്നെ രാവിലെ ചടങ്ങുണ്ടായിരുന്നു. പിന്നെ ഒരു ഫങ്ഷനാണ്. ഹീറോയിൻ്റെ ഫ്രണ്ട്സ് വന്നു, ഫാമിലികൾ വന്നായിരുന്നു. ഹീറോ ഇരുന്നിട്ട് ഫുഡ് കഴിക്കായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് വന്നു മച്ചി എന്ന് പറഞ്ഞ് വന്നായിരുന്നു. ഹീറോയിൻ വാ എന്ന് പറഞ്ഞായിരുന്നു. ഹീറോയിൻ വീഡിയോസും ഫ്രണ്ട്സ് എല്ലാം കണ്ട് ഷോക്കായി. എന്തൊരു ഇത് എൻ്റെ ഹസ്ബൻഡാണ്. ഹീറോയിൻ്റെ ഫ്രണ്ടിക്ക് ഷോക്കായിരുന്നു. രണ്ടുപേരും വായി പൊളന്ന് എങ്ങനെയാടി നടന്ന കാര്യം പറഞ്ഞായിരുന്നു. ഷോക്കായിരുന്നു. എടി എന്തടി പറയാം. ഇവരെ മറക്കാൻ എനിക്ക് കഷ്ടമുണ്ടായിരുന്നു. ഇവരെ തന്നെ എന്നെ മാരേജ് കഴിച്ച് എനിക്കും കൂടെ അറിയില്ല. അതാണ് ഹീറോയിൻ സ്മൈൽ ചെയ്ത് പറഞ്ഞായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട്സ് സാരില്ലേ. അപ്പോൾ സർ റൂമർ. അപ്പോൾ ഹീറോയിൻ മുറുക്കിയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഗേൾ ഫ്രണ്ട് ഉണ്ടേ? അപ്പോൾ പറഞ്ഞു നിങ്ങൾ ഗേൾ ഫ്രണ്ടില്ല, അത് റൂമറാണ് എന്ന് പറഞ്ഞായിരുന്നു. ഹീറോയിന് സമ്മതമാക്കി. ഡേയ്സ് പറഞ്ഞു ഹീറോയ്ക്ക് കുട്ടികളെ കൂടെ എൻജോയ് ചെയ്യുന്നു. 7 ബോയ് ബേബി കൂടെ ഭയങ്കര ഹാപ്പി ഫാമിലി ആയിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. കുട്ടികളോട് എൻജോയ് ചെയ്ത് ഹാപ്പി എൻഡിങ് സ്റ്റോറി.